നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിലെ ഒരു സ്കൂളിൽ ഒരു കറ തീർന്ന സംഘി അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഓടി വന്നിട്ടുള്ള ചില മുഖങ്ങളുണ്ട്. വിഷം തുപ്പുന്ന വിഷകല, അതുപോലെ തന്നെ ഇവിടെ സത്യസന്ധമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മലൻ ടി വിയുടെ അനിൽ നമ്പ്യാർ. ഞാൻ പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടറിയാം, ഇവരെല്ലാമാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഈ മദ്രസയിൽ നടക്കുന്ന പീഡനത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്ന ചില അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂമാരാ. ഞാൻ ഭാരതീയൻ, പിന്നെ മറ്റേ നമ്മുടെ കാളി, അതുപോലെ സംഘികളെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു മരവാണമാണ്. എനിക്കറിയാം, ഈ അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറ്റ, അവൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ അവൻ തന്നെ പേടിച്ചു. അത്രയും വികൃതമായിട്ടുള്ള ഒരു വികൃത ജീവി. ഞാനപ്പോൾ ഇങ്ങനെ നോക്കി, ഇവരൊന്നും പീഡിക്കാത്തൊന്നും ഇത് കാണുന്നില്ല. എവിടുന്നെങ്കിലും ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഉസ്താദാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രോഡ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യും. സത്യത്തിൽ ഈ സമുദായത്തിൽ നടക്കുന്ന ഇതുപോലത്തെ അനീതികൾക്കും അല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്കൊന്നും ഒരിക്കലും ഈ സമുദായം കൂട്ടുനിൽക്കത്തില്ല. അവരൊന്നും ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വാർത്ത ചെയ്യാനും വരത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ ഒന്നും വീഡിയോകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക, താല്പര്യങ്ങൾ മാത്രം വെച്ച് പുലർത്തി വീഡിയോ ചെയ്യുന്ന ഈ മരവാണങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് സമർപ്പിക്കുകയാണ്. ആംബിയർ ഉണ്ടെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് ജനിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംഘി ഏതാണെന്ന്. പിന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ എംപിയും മന്ത്രിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ചേട്ടാ, നിങ്ങൾ അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചല്ലേ. അപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇതിനകത്ത് ഈ ചെയ്തിരിക്കുന്ന ഈ വൃത്തികെട്ട അധ്യാപകൻ എന്ന് പറയുന്ന ഈ ഊളേനെ സർവീസിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് സ്ഥിരമായിട്ട് അണ്ടിമുക്ക് ശാഖയിൽ ഒരു പണി ഇവനൊന്ന് സ്ഥിരപ്പെടുത്തി കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ സർക്കാരിനോടും ഇതൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് ഇതിനകത്ത് സത്യസന്ധത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കണം. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. തൃശൂർ മാളയിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പൊയ്യ AKMHSസിലാണ് സംഭവം ഉണ്ടായത്. കൊമേഴ്സ് അധ്യാപകനായ മനുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മനു എന്ന് പറയുന്ന സാർ ആണ് തല്ലിയത്. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആള് പെട്ടെന്ന് വന്നിട്ട് ചെകിട് നോക്കി അടിച്ചു. പ്രിൻസിപ്പാളുടെ അടുത്ത് പരാതി കിട്ടു. പ്രിൻസിപ്പാൾ പറഞ്ഞു നാളെ പാരൻ്റായിട്ട് വാ, നാളെ PT ആയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആശുപത്രി പോയി. അവർ പറഞ്ഞു ചെവി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിന് വേണ്ടി ഗുളിക വന്നിട്ടുണ്ടായി മരുന്നൊക്കെ. പരാതി കൊടുത്തുണ്ടായി പോലീസ് സ്റ്റേഷനിൽ. അവർ ഇതുപോലെ തന്നെ പറഞ്ഞത് സാറിന് എന്തായാലും നടപടികൾ അവരെടുക്കാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. പേനയുടെ ടോപ്പ് തെറിച്ചുപോയി, അതെടുക്കാൻ എത്തി നോക്കി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘി അധ്യാപകൻ ഇത്രയും ക്രൂരമായ രീതിയിൽ ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അവിടുത്തെ MPയും മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ ഏട്ടായി സുരേഷ് ഏട്ടായി ഒന്ന് അന്വേഷിക്കണം കേട്ടോ. അന്വേഷിച്ച് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവന് കൊടുക്കാവുന്നതിൽ അർഹിക്കുന്ന ആ ഒരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ സംഘി കുട്ടന്മാർക്കോ അല്ലെങ്കിൽ സംഘി വേട്ടാവളിയന്മാരുടെ ചാനലിനകത്തൊന്നും കാണത്തില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ എപ്പോൾ നോക്കിയാലും കാണാം നമുക്ക് ഈ ചേച്ചീനെ കേട്ടോ. കുഞ്ഞാവ വിദ്യാർത്ഥിയാണ് എന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റായിട്ട് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ജന്തർ മന്ദർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചർച്ചയിൽ നമ്മുടെ 24-നകത്ത് നടന്നൊരു ചർച്ചയ്ക്കകത്ത് നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ചേച്ചീനെ എടുത്തിട്ട് അങ്ങ് എയറിലാക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട്. കണ്ടു നോക്കിക്കോളൂ. ഞങ്ങൾ നിങ്ങൾ എങ്ങനെ നേരിട്ടു പെപ്പർ സ്പ്രേ പെൺകുട്ടികളുടെ പുറകിൽ അടിക്കുന്നവന് പെപ്പർ സ്പ്രേ കരുതണ മദീന, കരുതണ മദീന. അവന് ചക്കര ഉമ്മല്ല കൊടുക്കാൻ പറ്റിയ തെറി വിളിച്ചത് പറഞ്ഞു. അയ്യോ ഞാൻ പറയട്ടെ സാറേ തെറി വിളിച്ചത് പറഞ്ഞു. ഞങ്ങളെ ചക്കര മുത്തെന്നാണ് വിളിച്ചത്. ഞങ്ങൾ അങ്ങനെയാണോ വിളിച്ചത്? വിളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യല്ല. പോലീസ് നിങ്ങളെ വന്ന് തെറി പോലീസുകാർ ഒരു പെൺകുട്ടിയെ ഗ്രോപ്പ് ചെയ്യുന്ന കണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾ കണ്ടോ? ഏത് സമരത്തെ നേരിടാൻ ആരെ നേരിടാൻ വേണ്ടി ഇറങ്ങിയ ഒരു പെൺകുട്ടിയെ, പാവം പെൺകുട്ടിയെ ഗ്രോപ്പ് ചെയ്യാണ് ഒരു പോലീസുകാരൻ. വെറുതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോയിട്ട് കരണത്തടിക്കുന്നു. SFIയുടെ ഒരു പെൺകുട്ടിയാണ് ചെന്ന് ചോദ്യം ചെയ്തത്. അറിയില്ലേ? ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ ഞാൻ മാന്യമായ ഭാഷ ഉപയോഗിച്ച് പറയണേ, ലാത്തി ഉപയോഗിച്ച് നിതമ്പത്തിൽ കുത്തുന്നു.
ഏത് സമരമാർഗത്തെ നേരിടാൻ വേണ്ടി മാഡം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ നടക്കുന്നത്? ഞാൻ പിന്നെയും ആ കണ്ട ഒരു മിനിറ്റ് പിന്നെയും പറയുന്നു, ഞാൻ സംഖ്യയല്ല, ആ ഞാൻ ചെയ്തവൻ പറഞ്ഞിടാ. ആ കണ്ടവൻ പോലീസിന്റെ കരണക്കുത്തി കടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവാർഡ് കൊടുക്കും. അല്ല ഒരു വിദ്യാർത്ഥികളെ പോലും രാജ്യദ്രോഹി എന്ന് വിളിച്ചു. അതിന്റെ ഇടയിൽ ആർട്ടിക്കിൾ 370 വിളിക്കുന്നതിനുള്ള മറുപടി ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ദീന, രാജ്യദ്രോഹി എന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഇവര് അദീന ഭാരതിയോട് വത്തിക്കാനിലേക്ക് പോകണം, അദീന ആൻ അലക്സ് ആണെന്ന് പറയുന്ന നാള് വിദൂരമല്ല. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ റീനീറ്റ് നടത്തി എന്നുള്ളതാണല്ലോ ഇവരിപ്പോ ഭയങ്കര എന്തോ മഹാപാപം എന്നുള്ളതുപോലെ പറയണത്. ഇവര് വീട്ടിൽ എനിക്കൊരു കാര്യം അദീനയോട് പറയാനുണ്ട്. അദീന ഒരു സ്റ്റുഡന്റ് അല്ലേ? ഒരു സ്റ്റുഡന്റ് അല്ലേ? എന്തുകൊണ്ട് അതിനെ എല്ലാ പ്രാവശ്യം സംസാരിക്കും നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ വൈ നോട്ട് ഞങ്ങൾ നമ്മൾ വൈ നോട്ട് നമ്മൾ വൈ? അദീന പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ വളരെ സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് രാജിവെച്ചു എന്ന്. അതിനിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഞങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തത്. അദീനയോടൊന്ന് കുറച്ച് സമയം വേണ്ടതില്ല. ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇതുവരെ പറയാത്ത ചില വാക്കുകൾ, അക്കൗണ്ടബിലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാക്ട്, സോഴ്സ്, അംബേദ്കർ എന്നീ തുടങ്ങിയ വാക്കുകൾ RSSകാർ പറയാൻ തുടങ്ങി. യുവമോർച്ചയുടെ ഗർജിക്കുന്ന പെൺപുലിയാണ് കേട്ടോ ഈ ഒരു സാധനം. വിദ്യാർത്ഥിനിയാണ്, അഡ്വക്കേറ്റ് ആണ്ടെന്തോ പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും സമരപ്പന്തലുകളിലും സമരവീഥികളിലുമൊക്കെ നല്ല അലറി ഒച്ചയിട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ഈ കുഞ്ഞിനെ നമ്മൾ പല വേദികളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു ജാഥയിൽ ജലപീരങ്കി അടിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പെൺപുലിയെ പോലെ ആർജവമുള്ള ഈ കുട്ടി ഇങ്ങനെ നിന്ന് ജ്വലിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്താണെങ്കിലും വരുന്നത് മൊത്തം തലയ്ക്കകത്ത് ഈ ചാണകമായതുകൊണ്ട് വിവരക്കേടും ശുദ്ധമണ്ടത്തരവും മാത്രമേ ചേച്ചിയും പറയാറുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് നോൺ സ്റ്റോപ്പ് പോലെയാണ് ചേച്ചി ഇങ്ങനെ കടകടകടാന്നിങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. കാരണം ഒരു അഡ്വക്കേറ്റിന് പഠിക്കുമ്പോഴത്തേക്ക് അതിനുള്ളൊരു കഴിവ് വേണമല്ലോ. അപ്പോൾ കുഞ്ഞുവാവ ഭയങ്കര പ്രാസംഗികയൊക്കെയാണ് കേട്ടോ. ചില വീടുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പെറ്റുള്ള പോലും സഹിക്കത്തില്ല. അമ്മാതിരി തെറിപ്പിക്കലാണ് ചേച്ചി തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഈ തൃശ്ശൂരിൽ ഈ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ച ഈ അധ്യാപകൻ ഒരു ഒന്നാന്തര സംഖ്യയാണെന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന ഓരോ ആളുകൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരുന്നത്. ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ കുരയ്ക്കാനും സംസാരിക്കാനും ഒക്കെ നിങ്ങളും രംഗത്ത് വരാറുണ്ടല്ലോ. അപ്പം ചേച്ചിയൊക്കെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം. പിന്നെ മറ്റേ അവനൊന്ന് അയച്ചു കൊടുത്തേക്കണേ, ഞാൻ ഭാരതീയൻ. പിന്നെ മറ്റേ തിരുവനന്തപുരത്ത് അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ആ മരമണ്ടനായിട്ടുള്ള വൃത്തികെട്ട ആ ഊളയ്ക്കും ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം പക്ഷെ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഈ പ്രത്യേകതരം ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് അവർ മറ്റേ വാട്സപ്പിൽ നിന്ന് വരുന്ന ആ ഗുളിക എടുത്ത് തൊള്ളയ്ക്കകത്തിട്ട് ഗോമൂത്രം എടുത്ത് കമത്തി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്ത ഗുളിയെ ഇറക്കി തലയുടെ ഫിലമെൻ്റ് അടിച്ചു പോയിട്ടുള്ള മൂട്ട കുഞ്ഞുങ്ങൾ അത് കേട്ടോ. കുറേ എണ്ണത്തിന് ഇങ്ങനെ അടവച്ച് വിരിയിപ്പിച്ച് ഇങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.